الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا عباد الله أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും രഹസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യും. അല്ലാഹു തആല അവൻ്റെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ അടിമകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ യുവത്വ കാലഘട്ടത്തിൽ നൽകിയ പ്രാധാന്യവും നമ്മുടെ മുൻഗാമികളായ ആളുകൾ ആ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്താൻ കാണിച്ച മനസ്സും അതിന് അവർ കാണിച്ച ആ ഒരു ആഗ്രഹവുമാണ് നാം കേൾക്കുകയുണ്ടായത്. അല്ലാഹു തആല അത്തരത്തിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ യുവാക്കളിൽ നമ്മൾ കണ്ടുവരുന്ന വളരെ വിഷമമേറിയ ഒരു പ്രയാസമേറിയ ഒരു കാര്യം അവരുടെ വിവാഹം അവർ വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വിവാഹം ചെയ്യാൻ സൗകര്യമൊത്ത ആളുകൾ, അതിന് കഴിവെത്തിയ ആളുകൾ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഫല്യതസവ്വജ്, അവൻ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചു കൊള്ളട്ടെ. കാരണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ, അവൻ്റെ കണ്ണിനെ താഴ്ത്താൻ, അവൻ്റെ ദൃഷ്ടിയെ താഴ്ത്താൻ അവന് കൂടുതൽ സഹായകമാകുന്നത് അവൻ്റെ വിവാഹമാണ്. വഅഹ്ഫദു വഅഹ്സനു ലിൽ ഫർജ്, അവൻ്റെ ഗുഹ്യ അവയവത്തെ സൂക്ഷിക്കാൻ അവന് കൂടുതൽ സഹായകമാകുന്നത് അവൻ്റെ വിവാഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ വിവാഹം ഒരിക്കലും വൈകിപ്പിച്ചുകൂടാ. 23 വയസ്സ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടായിക്കൂടാ. മാതാപിതാക്കൾ ഇതിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. നമ്മുടെ യുവാക്കൾ ഇന്ന് പല രീതിയിലും വഴിപിഴച്ചു പോകാൻ സാധ്യതകൾ ഏറെയുള്ള കാലഘട്ടമാണ്. മദ്യത്തിൻ്റെ പിന്നിൽ, ലഹരിക്ക് പിന്നിൽ, മറ്റുള്ള തോന്നിവാസങ്ങൾക്ക് പിന്നിൽ ആളുകൾ ഒരുപാടുമുണ്ട്. അതിലേക്ക് ക്ഷണിക്കാനുള്ള ആളുകളും ഒരുപാടുണ്ട്. അതിലേക്കുള്ള അവസരങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ദീനിനെ മുറുകെ പിടിക്കാൻ, തൻ്റെ ദീനിനെയും ഇഖ്ലാസിനെയും മുറുകെ പിടിക്കാൻ, ദീനി നിഷ്ഠയുള്ളവനായി ജീവിക്കാൻ ഒരു യുവാവിന് വിവാഹം എന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ പ്രത്യേകം ഉണർത്തിയത്, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, അവൻ കല്യാണം കഴിച്ചു കൊള്ളട്ടെ. സമ്പത്ത് നമുക്കതിനൊരു തടസ്സമാവരുത്. നമ്മുടെ നാട്ടിലെ മാമൂലുകൾ, നമ്മുടെ നാട്ടിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കതിന് തടസ്സമാവരുത്. നാട്ടിലെ ആളുകൾ, കൂടെയുള്ള ആളുകൾ, കുടുംബക്കാർ പലതും പറയുന്നതിൻ്റെ പേരിൽ കല്യാണം വൈകിപ്പിക്കുന്ന ആളുകൾ ചെയ്തുകൂടാ. തനിക്ക് സാധിക്കുന്നു എങ്കിൽ വളരെ ചിലവ് ചുരുക്കി, വളരെ ലളിതമായ രീതിയിൽ തനിക്ക് പറ്റിയ ഒരു ഇണയെ കണ്ടെത്തി, നല്ല രീതിയിൽ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ യുവാക്കൾ തയ്യാറാകണം. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ നമ്മുടെ യുവതികളും തയ്യാറാവണം. നാട്ടിലെ ട്രെൻഡിന് പിന്നാലെ പോയാൽ നാളെ ആഖിറ നമുക്ക് നഷ്ടമായി കൂടാ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നഷ്ടമാണ് വിവാഹം എന്ന് പറയുന്നവർ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നത്തെ ഈ ദുനിയാവിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവിലെ സ്വാതന്ത്ര്യവും ഈ ദുനിയാവിൽ ആസ്വാദനമൊക്കെ ഉള്ളത് കാഫിറുകൾക്കാണ്. ദുനിയാവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ പരിചയപ്പെടുത്തിയത് അതൊരു ജയിലറ പോലെയാണ്. അവിടെ അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും, അവിടെ അവൻ്റെ ആസ്വാദനങ്ങൾ കുറവായിരിക്കും. ഏതവരല്ലാതെ ഖുർആനിലും ഹദീസിലും ദീനിലും ഇൽമിലുമുള്ള ആസ്വാദനത്തിനല്ലാതെ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾ വളരെ ചെറിയ സമയത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി
ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. അതിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. എത്ര യുവാക്കളാണ് നാം ഇന്ന് കണ്ട യുവാക്കൾ നാളെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. വാഹന അപകടത്തിലൂടെ മറ്റെന്തെങ്കിലും രോഗങ്ങളിലൂടെ നമ്മുടെ എത്ര ആളുകളാണ് നമുക്ക് പരിചയത്തിൽ തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വളരെ സുഖമായി കിടന്നുറങ്ങിയ മനുഷ്യൻ നാളെ രാവിലെ അയാളുടെ നടുവ് നനക്കാൻ സാധിക്കുന്നില്ല, അയാളുടെ കാലുകൾ അനക്കാൻ സാധിക്കുന്നില്ല. ചെറിയ നിമിഷം കൊണ്ട് ജീവിതത്തിൻ്റെ അവസ്ഥകൾ തന്നെ മാറി മറിയുന്ന ഈ ഒരു ദുനിയാവിൻ്റെ ആസ്വാദനത്തിനും ആഹ്ലാദനത്തിനും പിന്നാലെ പോയി നാളെ ആഖിറ നമുക്ക് നഷ്ടമായി കൂടാ. നമ്മുടെ സ്വാതന്ത്ര്യം ഈ ദുനിയാവിലല്ല നമുക്ക് ലഭിക്കേണ്ടത്, നാളെ ആഖിറത്തിലേക്കാണ് ലഭിക്കേണ്ടത്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കൂടെയുള്ള ആളുകളെ ഉപദേശിക്കുമ്പോൾ പറയുമായിരുന്നു, എത്ര ആളുകളെയാണ് ആഖിറത്തെ തേടി അവർ പോയപ്പോൾ ദുനിയാവും ആഖിറവും അവർക്ക് ലഭിച്ചതായി നാം കണ്ടിട്ടുള്ളത്. പക്ഷേ ദുനിയാവ് തേടിപ്പോയ ആർക്കും ആഖിറം ലഭിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു തആല തരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ആരുടെയെങ്കിലും ഏറ്റവും ഉന്നതമായ ലക്ഷ്യം, അവൻ്റെ ജീവിതത്തിൻ്റെ തേട്ടം ആഖിറമായി തീർന്നാൽ അല്ലാഹു തആല അവൻ്റെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അവൻ്റെ കൺമുന്നിൽ അല്ലാഹു ഔഷര്യം എഴുതി കൊടുക്കും. അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതോടൊപ്പം ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ തന്നെ ദുനിയാവ് അവനിലേക്ക് ഒഴുകിയെത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൃത്യമായ രീതിയിലാവാൻ, നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാവാൻ, അവൻ്റെ റസൂലിൻ്റെ ഇഷ്ടത്തിന് രീതിയിലാവാൻ നാം യുവാക്കൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം. തൻ്റെ അവയവത്തെ, ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കും. തൻ്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കും. ദീനിൻ്റെ പകുതി പൂർത്തിയാക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കും. അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു നല്ലൊരു രീതിയിലേക്ക് നമ്മുടെ യുവാക്കളെ മാറ്റട്ടെ. അതിൽ നിന്ന് വഴിപിഴച്ചു പോയ ആളുകൾക്ക് അല്ലാഹു തആല നേർമാർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല പറഞ്ഞു, തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ ഒന്നടങ്കം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ധൃതിയാകൂ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകൂ. അങ്ങനെ അല്ലാഹു തആല ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹുവിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, അല്ലാഹുവിലേക്ക് ധൃതിപ്പെടാൻ, അങ്ങനെ ഓരോ രീതിയിൽ അല്ലാഹു നമ്മെ കൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ഏത് സമയത്താണ് മരണം നമുക്ക് വന്നെത്തുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും മരണം നമ്മെ പിടികൂടാം. ഇന്നത്തെ യുവാവ് നാളെ ഖബറിലാണ്. പണ്ടേതോ കവി പറഞ്ഞതുപോലെ, ഖമ്മിൻ ഫതൻ യുസ്ബിഹു വയംസി ളാഹിക വഅഖ്ഫാനുഹു നുസിജത് വഹുവ ലാ യദ്രി. എത്ര ചെറുപ്പക്കാരികളാണ് അവർ അവരുടെ സുഖത്തിലും ആസ്വാദനത്തിലും ദുനിയാവിൻ്റെ രസത്തിലും അങ്ങനെ അവരുടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവൻ്റെ കഫൻ പുടവ അടുത്തുള്ള തുണിക്കടയിൽ ഒരുങ്ങിയിരിക്കുകയാണ്. വകം മിൻ സഖീമിൻ വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീറൻ മിന ദഹരി. എത്ര ആരോഗ്യവാന്മാരായ ആളുകൾ, ഒരു രോഗവുമില്ലാത്ത വളരെ ഉത്സാഹത്തോടു കൂടി നടന്ന ആരോഗ്യമുള്ള ആളുകൾ, എത്ര അത്തരത്തിലുള്ള ആളുകൾ മരണപ്പെട്ടു പോയി. പക്ഷേ രോഗികളായി കിടപ്പറയിൽ മരണം കാത്തുകിടക്കുന്ന ആളുകൾ, സ്വന്തവും കുടുംബവും എല്ലാവരും മരണം കാത്തു കിടക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ എത്ര കാലമാണ് ജീവിക്കുന്നത്? മരണം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എപ്പോഴാണോ എത്തുന്നത്, അജലെത്തി കഴിഞ്ഞാൽ ഏത് സമയത്താണോ നാം ഉള്ളത് അവിടെ നിന്ന് അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ആ ഏത് സമയവും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന സമയത്ത് പ്രകാശിക്കുന്ന ഈമാനോടുകൂടി തിരിച്ചു പോകണം. അള്ളാഹുവിനെ ഈ പ്രകാശിക്കുന്ന ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതിനുവേണ്ടി നാം പണിയെടുക്കണം. നമ്മുടെ യുവത്വം വെറുതെ കളയാനുള്ളതല്ല, നമ്മുടെ സമയം വെറുതെ കളയാനുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാൻ, രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. അധിക ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി, അവർ വഞ്ചിതരായി പോയി. ഏതൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ എന്നറിയുമോ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, അവൻ്റെ ആരോഗ്യവും അവൻ്റെ ഒഴിവ് സമയവുമാണ്. ആ ഒഴിവ് സമയത്തെയും ആരോഗ്യത്തെയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന രീതിയിൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ, നമ്മുടെ സമയത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്ന രീതിയിൽ ഒരു സമയം പോലും ചിലവഴിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം ആ സമയത്താണ് നമ്മുടെ മരണം നമ്മളിലേക്ക് വന്നെത്തുന്നത് എങ്കിൽ, ആ സമയത്താണ് അള്ളാഹു നമ്മെ പിടികൂടുന്നത് എങ്കിൽ ഏറ്റവും മോശമായ പര്യവസാനം നമ്മുടേതായി തീരും. അള്ളാഹു തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ, അവൻ്റെ നിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്ന ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും കടം കൊണ്ട്, രോഗം കൊണ്ട്, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ദൂരീകരിച്ച് നൽകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റട്ടെ. നമ്മെയും അവരെയും മരണത്തിന് ശേഷം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കൂടെ അള്ളാഹു തആല ഒരുമിപ്പിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولجميع المسلمين الأحياء منهم والميتين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.